ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തിരിമറി നടന്നുവെന്ന് ഹൈക്കോടതി. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി. 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കണമെന്നും ഹൈക്കോടതി. ഷപ്ന ചേരുന്നു വിവരങ്ങളുമായി ലീഗൽ ഡെസ്കിൽ നിന്ന്. ഷപ്ന, എന്തൊക്കെയാണ് കോടതിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ? കൈമാറ്റത്തിൽ തിരിമറി നടന്നുവെന്ന് ഹൈക്കോടതി തന്നെ പറയുകയാണ്. കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ വലിയ തിരിമറി നടന്നു എന്നതാണ്. തിരിമറി നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ റിപ്പോർട്ട് വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ SIT അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിട്ടുള്ളത്. ഇത് വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങളാണ്. ഈ തിരിമറി നടന്നു എന്നത് സംബന്ധിച്ച് 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ്. പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് സ്വർണം തന്നെയാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇല്ല. അതോടൊപ്പം തന്നെ സ്വർണം 474 ഗ്രാമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത്. അത്രയും സ്വർണം തിരിച്ചെത്തിയിരുന്നോ എന്ന കാര്യത്തിൽ വിജിലൻസ് സംശയം ഉന്നയിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം കൂടി SIT അന്വേഷിക്കണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് തിരിമറി നടന്നു എന്നത് സംശയഭേദമന്യേ പറയാം എന്ന് ഹൈക്കോടതി വിജിലൻസ് റിപ്പോർട്ട് പരിശോധിച്ച് വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ഈ ദേവസ്വം കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സ്വർണം പൂശാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൈമാറിയത്. ഇതിന് ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരുന്നു. 2019 മാസ്റ്ററിൽ ചെമ്പ് എന്ന് രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറുന്ന സമയത്താണ് മാസ്റ്റർ തയ്യാറാക്കിയത്. അതിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട്. മാസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ചെമ്പുപാളി എന്നാണ്, സ്വർണം എന്നല്ല. അത്തരത്തിലുള്ള തിരിമറികൾ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തിരിമറി നടക്കുകയും ഇത്തരം ഒരു ഗൂഢാലോചന നടക്കുകയും ചെയ്തത് എന്ന് SIT പരിശോധിക്കണം. ഇതിൽ സിവിലായും ക്രിമിനലായും നടപടി സ്വീകരിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജിലൻസിന്റെ അന്വേഷണം മാത്രം മതിയാകില്ല. പ്രത്യേക അന്വേഷണ സംഘം ADGPയുടെ നേതൃത്വത്തിൽ എല്ലാ വശങ്ങളും പരിശോധിക്കണം. ഈ കുറ്റക്കാർക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. നിർണായകമായ കണ്ടെത്തലുകളാണ് ഷപ്ന ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ കൂടി പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ അല്ലേ? തീർച്ചയായും. കാരണം ഇത് കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ തന്നെ കോടതി ഇത്തരത്തിലുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനും കോടതി നിർദ്ദേശിച്ചത്. ഇന്നിപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു തിരിമറി നടന്നു എന്ന രീതിയിലുള്ള പരാമർശമുണ്ടായത്. സംശയം ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ SIT എല്ലാ വശങ്ങളെ കുറിച്ചും അന്വേഷിക്കുക. ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഉദ്യോഗസ്ഥരുണ്ടായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം പാളി നൽകിയത് എങ്ങനെ? അതിന് തന്ത്രിയിൽ ഒപ്പിടുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അനുമതി നൽകുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ? ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയോ? തുടങ്ങിയ എല്ലാ വശങ്ങളും പരിശോധിക്കാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശം നൽകിയത്. ഷബ്ന, ഇതിനകത്ത് സ്വർണം കാണാതാകുന്നതടക്കമുള്ള വിഷയങ്ങൾ നേരത്തെ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വിവരം അനുസരിച്ചാണെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കം പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തിച്ചത് പുതിയ ചെമ്പുപാളി എന്നുള്ളതാണ്. അപ്പോൾ ചെമ്പുപാളി അടക്കം കാണാതെ പോയി എന്ന് പറയുന്ന ഒരു വസ്തുത നമുക്ക് മുന്നിലുണ്ട്. ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് 2019 അതിനുശേഷവും ഇദ്ദേഹത്തെ ശബരിമല കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ വലിച്ചടിപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാളെ ദുരൂഹ വ്യക്തിത്വം എന്ന് സർക്കാർ പറയുന്നത് അയ്യപ്പ സംഗമത്തിന് 2 ദിവസം മുമ്പ് മാത്രമാണ്. അതുവരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ വേണ്ടപ്പെട്ട ആൾ തന്നെയായിരുന്നു ശബരിമലയ്ക്കും ദേവസ്വത്തിനും. അപ്പോൾ ദേവസ്വം ബോർഡും സർക്കാരും ഈ വിഷയത്തിൽ തീർത്തും പ്രതിരോധത്തിലായിരിക്കുക തന്നെയല്ലേ? വലിയ വിമർശനങ്ങൾ വഴിവെക്കില്ലേ ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്? തീർച്ചയായും. ഇത് ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിവാദത്തിനും വിമർശനങ്ങൾക്കും ഇടവരുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇതുമായി സ്വർണ്ണ പൂശുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇതിൽ സഹായിച്ചോ? മറ്റൊന്ന്, ഈ ദേവസ്വം ബോർഡ് അനുമതി നൽകിയാണ് ഇത്തരത്തിൽ ഈ 2019 സ്വർണം കൈമാറിയത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജിലൻസ് അത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിന് ഇതിനുള്ള പങ്കെന്ത്? അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ആരൊക്കെ ഇതിന് പിന്നിൽ
പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതോടെ വെളിച്ചു വരികയും ഇത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിതെളിക്കുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. മറ്റൊന്ന്, ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ചില കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ ഈ കേസിൽ അധിക കക്ഷിയാക്കി കേസിൽ സ്വമേധയാ കക്ഷിയാക്കുകയാണ് ചെയ്തത്. 6 ആഴ്ചക്കകം അന്വേഷണം പൂർത്തീകരിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ശരിയായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ അന്വേഷണം നടത്തണം. SIT നേരിട്ട് കോടതിയുടെ അന്വേഷണം റിപ്പോർട്ടുകൾ ഹാജരാക്കുകയും അതോടൊപ്പം തന്നെ കുറ്റക്കാരെ കണ്ടെത്തുകയും ചെയ്യണം. ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതിന്റെ പുരോഗതി റിപ്പോർട്ട് കോടതിക്ക് കൈമാറണം. 6 ആഴ്ചയ്ക്കുള്ളിൽ SIT അന്വേഷണം പൂർത്തീകരിക്കണം. മീഡിയയോടും പബ്ലിക്കിനോടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും വെളിപ്പെടുത്താൻ പാടില്ല, രഹസ്യമായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പേരിലും ഇദ്ദേഹം പണപ്പിരിവ് നടത്തി എന്നുള്ള കാര്യം ഹൈക്കോടതിയിൽ റിപ്പോർട്ടായി സമർപ്പിക്കുന്നത് 8 മാസം മുമ്പാണ്. ADGP MR അജിത് കുമാറാണ് അത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ ദുരൂഹമായ ഇടപെടലുകൾ സംബന്ധിച്ച് കോടതിക്കിപ്പോൾ ഏകദേശ ചിത്രം വ്യക്തമായിട്ടുണ്ട് അല്ലേ ശബ്ദ? തീർച്ചയായും അത് നമുക്കറിയാം. ഈ പുണ്യം പൂങ്കാവനം പദ്ധതി അനുവദിക്കാൻ പറ്റില്ല എന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കോടതി ഉത്തരവിട്ടിരുന്നത്. അന്ന് ADGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി തന്നെ നിർദ്ദേശം നൽകിയത്. പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന പദ്ധതിയുടെ പേരിൽ ആരും വഞ്ചിതരാകരുതെന്നും അന്ന് കോടതി പറയുകയും ചെയ്തിരുന്നു. വ്യാപകമായി വിദേശത്തു നിന്ന് പോലും അതിന് പണപ്പിരിവ് നടത്തി എന്ന ആക്ഷേപവും ഉയർന്ന സാഹചര്യത്തിലായിരുന്നു അത്തരം ഒരു റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോടതി നിർദ്ദേശവും. ഏതായാലും അതുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള കണക്ഷൻ ബന്ധങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് ഇപ്പോഴുള്ള ഈ സ്വർണ്ണപ്പാളി വിവാദം വലിയ വിവാദത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തന്നെ പോകാവുന്ന ഒരു സംഭവമായി മാറാനാണ് സാധ്യത. കാരണം ഹൈക്കോടതി തന്നെ ഇതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിരിക്കുന്നു. അതിൽ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ SITക്ക് റിപ്പോർട്ട് കൈമാറി SITയോട് കോടതിക്കുള്ള സംശയങ്ങൾ മുഴുവൻ ദുരൂഹരിക്കുന്ന രീതിയിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് വളരെ ദുരൂഹമായ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന കാര്യം ഈ ഇടക്കാല ഉത്തരവ് അടിവരയിടുന്നുണ്ട്. ഇനി വേണ്ടത് SITയുടെ അന്വേഷണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? ഈ പ്രാഥമികമായ ഈ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇവിടെ ദുരൂഹമായ പല കാര്യങ്ങളും നടന്നിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന വ്യക്തി വളരെയധികം വഴിവിട്ട കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നു. അതിലിനി ആരുടെയൊക്കെ പിന്തുണയാണ് കിട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തെ ആരാണ് സഹായിച്ചത്? ഇതിൽ ദേവസ്വത്തിനൊക്കെ സംഭവിച്ച വീഴ്ച എത്രമാത്രമാണ്? ഇത്തരം കാര്യങ്ങളായിരിക്കും ഇനി SITയുടെ അന്വേഷണ പരിധിയിൽ വരിക അല്ലേ? കാരണം ഒരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട് കോടതി ഇടക്കാല ഉത്തരവിൽ, അടിവരയിടുന്നുണ്ട്. അവിടെ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് അതിലേക്കുള്ള അന്വേഷണം. അങ്ങനെയല്ലേ കാര്യങ്ങൾ? തീർച്ചയായും. കാരണം അത് ഈ കഴിഞ്ഞ ദിവസം തന്നെയും ഇടക്കാല ഉത്തരവിൽ കോടതി വ്യക്തമാക്കിയതാണ്. വിജിലൻസ് കണ്ടെത്തുന്ന കാര്യങ്ങൾ SIT കൂടി പരിശോധിക്കണമെന്ന്. ഇന്നിപ്പോൾ വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈമാറിയത്. അതിൽ 2019 സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സ്വർണ്ണപ്പാളിയാണ്. എന്നാൽ മഹസറിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയത് എന്താണ്? തന്ത്രി അതിൽ ഒപ്പിട്ടിരിക്കുന്നു. മറ്റൊന്ന്, ഈ സ്വർണം കൈമാറാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുന്നു. ഇതെങ്ങനെയാണ് ഈ രീതിയിൽ സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താനാണ് ഇപ്പോൾ SITക്ക് കോടതി നിർദ്ദേശം നൽകുന്നത്. ഷബ്ന, 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ, അത്തരത്തിൽ തന്നെയാണ്. കാരണം രണ്ടാഴ്ച കൂടുമ്പോൾ കോടതിക്ക് ഇതിൽ റിപ്പോർട്ട് കൊടുക്കണം. പബ്ലിക്കിനോടോ മീഡിയയോടോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്. 6 ആഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തീകരിച്ച് അന്തിമമായ റിപ്പോർട്ട് കോടതിക്ക് നൽകണം. കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും ഈ അന്വേഷണം എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളിൽ SIT പ്രത്യേകമായി അന്വേഷണം നടത്തേണ്ടതും അതിൽ കോടതിയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കോടതിയുടെ സംശയം ഉൾപ്പെടെ ദുരൂഹരിക്കുന്ന രീതിയിൽ SIT അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതും ആയിരിക്കും. 6 ആഴ്ച എന്ന് പറയുമ്പോൾ 1.5 മാസം വരും. 1.5 മാസത്തിനുള്ളിൽ അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ മൊഴിയെടുപ്പ് അടക്കം പൂർത്തിയാക്കി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നിർദ്ദേശം. ഈ SITയുടെ അന്വേഷണ പരിധിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം ശബരിമലയിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നത് തന്ത്രിയുടെ അടക്കം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിൽ ഈ തന്ത്രിമാരുടെ അടക്കമുള്ളവരുടെ മൊഴിയെടുക്കേണ്ടുന്ന സാഹചര്യം വരില്ലേ? ഇതിനകത്ത് ദേവസ്വം മന്ത്രിയടക്കം രാജിവെക്കണം എന്നുള്ള
തരത്തിലുള്ള ആവശ്യങ്ങൾ പുറത്തു നിന്ന് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അപ്പം അന്വേഷണ പരിധിയിൽ ആരൊക്കെയായിരിക്കും എത്തുക? ലക്ഷ്മി, അത് കോടതി തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ഈ ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കാണ് കോടതി വിരൽ ചൂണ്ടുന്നത്. എന്തുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ സ്വർണം പൂശാൻ അനുമതി നൽകിയത് എന്നത് സംബന്ധിച്ച് കോടതി തന്നെ സംശയം ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ളവർ ഇതിൽ ഒപ്പിട്ട കാര്യം, ഈ അനുമതി നൽകിക്കൊണ്ട് ഒപ്പിട്ട കാര്യം കോടതി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം തന്നെ മൊഴിയെടുക്കുകയും ഇവരെ ഈ പ്രതിസ്ഥാനത്തുള്ളവരെ ചോദ്യം ചെയ്യുകയും അടക്കമുള്ള നടപടികളിലേക്ക് തന്നെ ഈ അന്വേഷണ സംഘത്തിന് പോകേണ്ടി വരും. മറ്റൊന്ന്, ഇതിൽ ഏതെങ്കിലും തരത്തിൽ വഞ്ചനയുടെയോ അല്ലെങ്കിൽ ഈ തിരിമറി നടത്തിയോ സ്വർണം മറച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ഇത് മോഷണമാണോ നടന്നിട്ടുള്ളത് എന്ന രീതിയിൽ പോലും പറഞ്ഞിരുന്നു. ആ രീതിയിൽ സംശയം ഉന്നയിച്ചിരുന്നു. അത്തരത്തിലുള്ള സംശയം ഉള്ള സാഹചര്യത്തിൽ ആ രീതിയിൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. മറ്റൊന്ന്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ നിരന്തരം, ദേവസ്വം ബെഞ്ച് തന്നെ ഹൈക്കോടതിയിൽ അതുകൊണ്ട് തന്നെയാണ്. കാരണം കൃത്യമായി മോണിറ്ററിംഗ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കോടതിയിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ഈ അന്വേഷണം കോടതി തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യും എന്നതാണ് ഇതിന്റെ ഒരു നിയമപരമായ വശം. ചില നിർദ്ദേശങ്ങൾ കൂടി കോടതി നൽകുന്നുണ്ടല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണം തീരുന്നതുവരെ മാധ്യമങ്ങളെ കാണരുത് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ. ലക്ഷ്മി, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മാധ്യമങ്ങളോ പൊതുജനങ്ങളോ ആയിട്ട് പങ്കെടുക്കരുത്, സംസാരിക്കുകയോ അല്ലെങ്കിൽ ഈ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയോ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് അന്വേഷണ സംഘത്തോട് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രഹസ്യമായി തന്നെ ഈ അന്വേഷണം പൂർത്തീകരിച്ച് അതിന്റെ കാര്യങ്ങൾ കോടതിയെ മാത്രം അറിയിക്കുക. 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ സംഘം കോടതിയെ മാത്രം വിവരങ്ങൾ അറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് ദേവസ്വം ബോർഡുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഗുരുതരമായ വീഴ്ചയുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി വന്നിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള നോട്ടക്കുറവുകൾ ഒക്കെയുണ്ട്. ഈ വാറന്റി അടക്കമുള്ളവ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായിരുന്നു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം റദ്ദാക്കുന്നത് വരെയും അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം ദുരൂഹ വ്യക്തിത്വമാണ് എന്ന സംശയങ്ങൾ ഉള്ളപ്പോൾ പോലും അതൊക്കെ ആ നിലയ്ക്ക് അങ്ങ് പോകട്ടെ എന്ന ഒരു അനാസ്ഥ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത് ഏറ്റവും ഒടുവിൽ മാനുവൽ ലംഘനം നടത്തി അവിടെ സ്പെഷ്യൽ ഓഫീസർ പോലും അറിയാതെ തിരുവാഭരണ കമ്മീഷണറുടെ മാത്രം അനുമതിയോടെ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി കൊടുത്ത ഏറ്റവും ഒടുവിലത്തെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ളവരുടെ വീഴ്ച ഒരുപക്ഷേ ഈ അന്വേഷണത്തിൽ വെളിവാകും എന്ന് വേണം മനസ്സിലാക്കാനല്ലേ? തീർച്ചയായിട്ടും. കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പലയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകൾ, അതോടൊപ്പം തന്നെ ചിലരുടെ പ്രതികരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇതെല്ലാം തന്നെ വിജിലൻസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. ഏകദേശ കാര്യങ്ങൾ, അതായത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഈ ശബരിമല വിജിലൻസ് തന്നെ അന്വേഷണം നടത്തുമ്പോൾ അവർ ചില ദുരൂഹതകൾ മുന്നോട്ട് വെക്കുന്നു. ഇതിൽ സംശയാസ്പദമായ ചില കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്ന് വിജിലൻസ് തന്നെ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇതാണ് കോടതി ഇതിൽ വ്യക്തമായി ഇടപെടാനും ഈ വിഷയം ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് കോടതി എത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് 6 ആഴ്ചക്കകം ഈ SIT അന്വേഷണം പൂർത്തിയാക്കി കോടതിക്ക് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തിരിമറി നടന്നു എന്ന് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കണം എന്നും ഹൈക്കോടതി ഇടക്കാല വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഷബ്ന, ഇതിനകത്ത് സ്വർണ്ണപീഠമടക്കമുള്ള കാര്യങ്ങളുണ്ട്. സ്വർണ്ണപീഠത്തിന്റെ കാര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് പറയുന്നു ഇത് കാണാനില്ല എന്ന് പറയുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിലേക്കൊക്കെ കോടതി കടന്നിട്ടുണ്ടോ? ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ തിരിമറി നടന്നു
എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. 474.9 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി. എല്ലാ കാര്യങ്ങളും SIT അന്വേഷിക്കണം, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ആഴ്ചയിലൊരിക്കൽ അന്വേഷണ പുരോഗതി വിലയിരുത്തി അക്കാര്യങ്ങൾ കോടതിയെ നേരിട്ട് ബോധിപ്പിക്കണം. 6 ആഴ്ചയ്ക്കകം 1.5 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും കോടതി പറയുന്നുണ്ട് SITയോട്. ഷപ്ന തുടരുകയാണ്. ഷപ്ന, ഇതിനകത്ത് പീഠമടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയ ചില കാര്യങ്ങളുണ്ട്. അതിന് പിന്നാലെയാണ് പരിശോധന നടക്കുകയും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ, ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ പീഠം കണ്ടെത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം. ഈ പീഠമടക്കമാണോ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് 474.9 ഗ്രാം സ്വർണം എന്നുള്ളത്? പീഠത്തിന്റെ കാര്യം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടോ? അതിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ കോടതി? തീർച്ചയായും. കാരണം ഈ പീഠമടക്കമുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. ഇതിൽ കൃത്യമായി കോടതി കഴിഞ്ഞ തവണ ഈ വിജിലൻസിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് പറഞ്ഞിരുന്നത് 2019 ശബരിമലയിൽ നിന്ന് ചെന്നൈക്ക് കൊണ്ടുപോയ അത്രയും സ്വർണം ദ്വാരപാലക ശില്പത്തിനൊപ്പം തിരിച്ചെത്തിയിട്ടില്ല എന്ന് സംശയഭേദമന്യേ പറയാം എന്നായിരുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി സ്വർണം പൊതിഞ്ഞ ഒറിജിനൽ ദ്വാരപാലക ശില്പങ്ങൾ 2019 സ്പോൺസർ വിൽപ്പന നടത്തിയോ എന്ന് സംശയിക്കണം എന്നും കോടതി കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഈ വിജിലൻസിന്റെ റിപ്പോർട്ടായിരിക്കണം SIT ഈ അന്വേഷണത്തിന് ആധാരമാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തേണ്ടത്. 1998-99 ശ്രീകോവിലടക്കം സ്വർണം പൊതിഞ്ഞതിന്റെ തരം തിരിച്ചുള്ള വിവരങ്ങൾ സ്പോൺസറായ യുണൈറ്റഡ് ബ്രൂവറീസിന്റെ ഫിനാൻസ് മാനേജർ അയച്ച കത്തിൽ വ്യക്തമാണെന്ന് കോടതി തന്നെ സൂചിപ്പിച്ചതാണ്. ആകെ 30.3 കിലോഗ്രാം ആണ് അന്ന് സ്വർണം ഉപയോഗിച്ചത്. ദ്വാരപാലക ശില്പങ്ങൾക്ക് 1.5 കിലോ വേണ്ടി വന്നു. എന്നാൽ 2019 ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശിയപ്പോൾ 394 ഗ്രാം മാത്രമാണ് ഉപയോഗിച്ചത്. കുറച്ച് സ്വർണം തന്റെ പക്കൽ ബാക്കിയുണ്ടെന്ന് കാണിച്ച് ആ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയച്ചു എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും പെൺകുട്ടികളുടെ വിവാഹത്തിന് നൽകിക്കൂടെ എന്ന് ദേവസ്വം പ്രസിഡന്റിനോട് ചോദിച്ചു എന്നാണ് ആ മെയിലിലുള്ളത്. അത് ദേവസ്വം ബോർഡ് വിജിലൻസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ. ബോർഡുമായി സഹകരിച്ച് ഇത്തരത്തിലുള്ള ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്താം എന്നൊക്കെ പറഞ്ഞ് സ്വർണം ബാലൻസ് വന്നത് എങ്ങനെ ഉപയോഗിക്കണം എന്ന രീതിയിൽ കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണറുടെ മറുപടിക്കായി ദേവസ്വം സെക്രട്ടറി മറ്റൊരു കത്ത് അയക്കുകയും കണ്ടു. ഇത്തരത്തിലൊക്കെ ശേഷിക്കുന്ന സ്വർണം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു എന്ന വിവരം തന്നെ ഞെട്ടിക്കുന്നതാണ്. അത് സംബന്ധിച്ച് വലിയൊരു അന്വേഷണമാണ് വേണ്ടത് എന്ന് കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നതാണ്. ഇന്നും അതേ നിലപാട് തന്നെ കോടതി ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ചെമ്പുപാളികളാണ് കൊടുത്തുവിട്ടതെന്ന് മാസ്റ്ററിൽ ഉദ്യോഗസ്ഥർ തെറ്റായി രേഖപ്പെടുത്തിയത് ദുരുദ്ദേശത്തോടെയാണ്. അധികൃതരുടെ പങ്ക് ഉൾപ്പെടെ സമഗ്രമായി അന്വേഷിക്കണം എന്നും കോടതി വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഏതായാലും ഈ മാസ്റ്ററിൽ ഇത്തരത്തിൽ ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് എന്ന് ഇന്ന് കോടതി കണ്ടെത്തുകയും അത് കോടതി അന്വേഷണ സംഘത്തിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടി അന്വേഷിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സ്വർണത്തിന്റെ കുറവുണ്ടായി എന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ പവിത്രതയും വിശ്വാസികളുടെ വിശ്വാസത്തെയും വഞ്ചിച്ചു എന്നുമാണ് വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇത് ആണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിഗണിക്കേണ്ടത്. വിശ്വാസികളോട് വഞ്ചന കാണിച്ചോ, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ക്ഷേത്രത്തിന്റെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിൽ ഇടപെട്ടോ, ഈ സ്വർണം മോഷ്ടിക്കുന്ന രീതിയിലേക്ക് എത്തിയോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ക്രിമിനൽ നടപടിയാണ് അന്വേഷണ സംഘം സ്വീകരിക്കേണ്ടത്. അവിടെ ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട്, ക്രമക്കേടുകൾ, ദുരൂഹമായ ഇടപാടുകൾ, ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് അടിവരയിടുന്നുണ്ട് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഷപ്ന, തിരിച്ചെത്താം ഞാൻ ഷപ്നയിലേക്ക്. കൂടുതൽ വിവരങ്ങൾ ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുക, കോടതിയുടെ പരാമർശങ്ങൾ ശേഖരിക്കുക.